ആഘോഷങ്ങളിൽ ആൾട്രേഷൻ ചെയ്ത വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. DJ, നാസിക് ഡോൾ പോലുള്ളതും ആഘോഷങ്ങളിൽ പാടില്ലെന്ന് തിരൂർ CI വിഷ്ണു P. ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടിയെന്നും CI. തിരൂർ സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2020 ഇലക്ഷനിൽ 9ഓളം കേസുകൾ ഉണ്ടായിരുന്ന തിരൂരിൽ ഇത്തവണ ഇലക്ഷൻ സമയം കഴിയുന്നതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും CI പറഞ്ഞു. നമസ്കാരം. തിരൂർ മേഖലയിൽ ഇലക്ഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. ഇനി ഉള്ളത് കൗണ്ടിങ്, അതിനുശേഷമുള്ള ആഘോഷ പ്രകടനമാണ്, വിജയാഘോഷ പ്രകടനമാണുള്ളത്. അതിൽ ഇന്ന് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ഓൾ പാർട്ടി മീറ്റിംഗ് നമ്മൾ വിളിച്ചു. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാഹനങ്ങൾ ആൾട്ടർ ചെയ്തിട്ട് കൊണ്ടുപോലും അതുപോലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ DJ, നാസിക് ഡോൾ അവ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങളും യാതൊരു കാരണവശാലും പാടില്ല. ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നടപടികൾ നമ്മൾ സ്വീകരിക്കും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ വിജയികൾ തോറ്റ പാർട്ടിക്കാർക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കോ ഒക്കെ പടക്കമെറിയുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാൻഡിഡേറ്റിനെ വരെ ബാധിക്കും. അതിൽ കേസിൽ വരുമ്പോൾ ക്യാൻഡിഡേറ്റ് ആയാലും ജനപ്രതിനിധികളായാലും അവർക്കെതിരെയൊക്കെ ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള ആഘോഷങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. പിന്നെ മദ്യപിച്ച് ചിലപ്പോൾ പ്രകടനങ്ങളിലും മറ്റും മദ്യപിച്ച് പ്രകടനം നടത്താൻ അവരെ കൃത്യമായിട്ട് ഈ ക്യാൻഡിഡേറ്റ്സും അതുപോലെ ജനപ്രതിനിധി നേതാക്കന്മാർ ശ്രദ്ധിച്ച് അവരെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ശബരിമല സീസണാണ്, അയ്യപ്പ ഭക്തന്മാരും മറ്റും റോഡിലൂടെ ധാരാളമായി പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ആംബുലൻസുകൾ നമ്മൾ പോകുന്നുണ്ടാവും. ഇവർക്ക് യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു പ്രൊസഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് കൃത്യമായിട്ട് നേതാവ് അവരെ കൺട്രോൾ ചെയ്യണം. അതല്ലാതെ അവരെ അണികളെ മാത്രം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടികളും ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിലും നേതാക്കന്മാർ ഉണ്ടായിരിക്കണം. അവർ കൃത്യമായിട്ട് ഈ പ്രൊസഷൻ കൺട്രോൾ ചെയ്യണം. കൃത്യം 6 മണി വരെ മാത്രമേ ആഘോഷങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളോ മൈക്ക് അനൗൺസ്മെൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ പോലീസ് സ്വീകരിക്കും. പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൊബൈൽ സീസ് ചെയ്യുന്നവരെ IT ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കും. കൂടാതെ മൊബൈൽ സീസ് ചെയ്യുന്നവരുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടി മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം പാടില്ല എന്നല്ല ഉള്ളത്. മാക്സിമം അവരെ നേതാക്കന്മാർ കൺട്രോൾ ചെയ്യണം. അവരെ കൺട്രോൾ ചെയ്ത് മദ്യപിച്ച് വളരെ കുറവാവും ഉണ്ടാവുക. പക്ഷേ അങ്ങനെ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വല്ല സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നേതാക്കന്മാർ കൺട്രോൾ ചെയ്ത് കൊണ്ടുകൊണ്ടാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൃത്യസമയത്ത് ഇടപെട്ട് അത് തീർക്കേണ്ടതാണ്. ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഇന്ന് രാത്രിയോടുകൂടെ തന്നെ പൂർണ്ണമായും അഴിച്ചു മാറ്റുവാനും സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ പാടില്ല, ഉണ്ടെങ്കിൽ മൊബൈൽ പിടിച്ചെടുക്കുന്ന നടപടികൾ അടക്കം ഉണ്ടാകുമെന്നും CI വിഷ്ണു P പറഞ്ഞു. ഫ്ലെക്സുകൾ, കൊടിതോരണങ്ങൾ അത് ഇന്ന് രാത്രിയോടുകൂടി, ഇന്നത്തെ ദിവസത്തോടുകൂടി എല്ലാം അഴിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നാളെ ആഘോഷം നടക്കുന്ന സമയത്ത് സംഘർഷം മറ്റും ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. ഫ്ലെക്സുകൾ കീറിയെന്നും മറ്റും പറഞ്ഞ് സംഘർഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് തടയുന്നതിന് വേണ്ടി ഇന്ന് തന്നെ എല്ലാ പാർട്ടിക്കാരോടും കൊടിതോരണങ്ങളും അതുപോലെ ഫ്ലെക്സുകളും റിമൂവ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.